പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാഹ്, നാളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലാണ്. ഈ സമയത്ത് നമ്മളെല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുകയാണല്ലോ, നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം, അല്ലേ? ആഖിറത്തിൽ രക്ഷപ്പെടണം, നല്ല മരണം കിട്ടണം. അതുപോലെ തന്നെ മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴണം, ഖബറിൻ്റെ അദാബിനെ തൊട്ട് രക്ഷ കിട്ടണം. ഇതൊക്കെ ഓരോ മുസൽമാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം മുതൽ ഇൻഷാ അല്ലാഹ്, ഈ റജബ് മാസത്തിൻ്റെ ഈ ദിവസം മുതൽ ഒരു 11 കാര്യങ്ങൾ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 11 കാര്യങ്ങൾ പഠിക്കാം. ഈ കാര്യങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ജീവിതം ഹാപ്പി മൂഡിലേക്ക് മാറും. പ്രത്യേകിച്ച് 2026 എന്ന സുന്ദരമായ ഒരു വർഷം നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ സഹായവും വലിയ ഖൈറും സമാധാനവും വലിയ വലിയ ഐശ്വര്യവുമുള്ള ഒരു വർഷമായി മാറാനും ഈ 11 കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് മറക്കാതെ ഓരോ ദിവസവും ചെയ്യേണ്ടതുണ്ട്. കൂട്ടത്തിൽ ഒരു 2 ദുആ പറഞ്ഞു തരാം. ഒരുപാട് നേട്ടങ്ങൾ ഉള്ള ദുആയാണ്. മാത്രമല്ല ഒരു സ്വലാത്ത് നമുക്കൊന്ന് പഠിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുക, ജീവിതത്തിൽ അമൽ ചെയ്യുക. അല്ലാഹു തആല നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, കരുണാവാരിധിയായ റബ്ബ് തആല നമ്മുടെ എല്ലാവരുടെയും ചെയ്തുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. ഇനിയുള്ള ജീവിതകാലം അല്ലാഹുവിനും അവൻ്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം അല്ലാഹു പ്രദാനിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ ഒരു പുതിയ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു, അല്ലേ? 2025 എന്ന ഒരു വർഷം വിട പറഞ്ഞു. 2026 എന്ന വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്ന് ജനുവരി 1 2026 ജനുവരി 1 ദിവസമാണ്. ഇന്നലത്തെ രാത്രി അള്ളാഹുവിൻ്റെ എന്തോ വലിയ കാരുണ്യം കൊണ്ടാവാം ലോകത്ത് പടച്ചവന് വലിയ പരീക്ഷണങ്ങളൊന്നും കൊടുക്കാതിരുന്നത്. കാരണം ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ലോകത്ത് എന്തെല്ലാം തെറ്റുകളുണ്ടോ മുഴുവനും അരങ്ങേറിയ ഒരു രാത്രിയായിരുന്നു, അല്ലേ? എത്രയോ സ്ഥലങ്ങളിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. മദ്യപിച്ചിട്ട് വാക്ക് തർക്കമുണ്ടായി കൊലപാതകങ്ങൾ നടന്നു. ഇന്നത്തെ ഇനി വരുന്ന പത്രത്തിലൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. അതുപോലെ ലോകത്തെ ലോകം മുഴുവനും, കേരളത്തിന് മാത്രമല്ല ലോകം മുഴുവനും കള്ള് വ്യാപകമായി ഉപയോഗിച്ചൊരു രാത്രിയായിരുന്നു. കഞ്ചാവിനൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു രാത്രിയായിരുന്നു. മയക്കുമരുന്ന് യഥേഷ്ടം ഉപയോഗിച്ച ഒരു രാത്രിയായിരുന്നു. മോശപ്പെട്ട അശ്ലീല പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു രാത്രിയായിരുന്നു. വേണ്ടാത്തരങ്ങളും വേണ്ടമാത്ത സംസാരങ്ങളും ഒക്കെ ലോകത്ത് ഒരുപാട് കണ്ട് അരങ്ങേറിയ ഒരു രാത്രിയാണ്, ലോകം മുഴുവൻ എടുത്തു നോക്കിയാൽ. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു രാത്രിയാണ് ഇന്നലെ. അല്ലാഹു തആല നമ്മളെ അതിൽ നിന്നെല്ലാം സംരക്ഷിച്ച് അൽഹംദുലില്ലാഹ് ഇന്നലെ രാത്രി നമുക്ക് അല്പം ഇബാദത്തൊക്കെ എടുത്ത്, റജബാണല്ലോ, നമ്മൾ സുന്ദരമായി നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തു, ദിക്ർ ദുആയൊക്കെ പറഞ്ഞു. നേരത്തെ നമ്മൾ കിടന്നുറങ്ങിയവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് ശൈത്താന്റെ ഷർറിനെ തൊട്ട് റബ്ബ് തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ സ്റ്റാറ്റസ് തന്നെ, അല്ലേ? ഇന്ന് രാവിലെ സുബഹി നിസ്കാരം കഴിയും, അല്ലെ വേണ്ട, ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം എല്ലാവരുടെയും സ്റ്റാറ്റസ് ഹാപ്പി ന്യൂ ഇയർ 2026 വെൽക്കം, അല്ലെ? 2026 വെൽക്കം. അങ്ങനെ ഒരുപാട് സ്റ്റാറ്റസുകളും ഒരുപാട് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്, അല്ലെ? ഹാപ്പി ന്യൂ ഇയർ. സത്യത്തിൽ നമുക്കൊരു ഹാപ്പി ന്യൂ ഇയർ ആണോ? ഇപ്പൊ 2025 കടന്നുപോയല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രയോ വിഷമങ്ങളാണ്, സങ്കടങ്ങളാണ് നമുക്കുണ്ടായി. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് മരണങ്ങളുണ്ടായി, നമുക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, സങ്കടങ്ങളുണ്ടായി, അല്ലെ? ഒരുപാട് സങ്കടങ്ങളൊക്കെ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായി. അല്ലാഹു തആല ഇനിയുള്ള ഇപ്പൊ ഈ 2026 എന്ന് പറയുന്ന ഈ വർഷം അള്ളാഹു എല്ലാവിധ ഖൈറിലും സന്തോഷത്തിലും ഒക്കെ ആക്കി തരട്ടെ. നമുക്ക് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അത് മുഹറം മാസമാണ്, അല്ലെ? ഹാപ്പി മുഹറം എന്നാണ് നമ്മൾ പറയുക. ഞാൻ എൻ്റെ വാക്കിൽ പറഞ്ഞതാണ് കേട്ടോ. ഇനി അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അടുത്ത ചർച്ചക്കാരും പോകണ്ട. അപ്പോൾ നമുക്കിപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാൻ വലിയ ഒരു അതിന് മുതിരാൻ നിൽക്കേണ്ടെന്നാണ്. കാരണം എന്താ, നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു വർഷം കൂടി കിട്ടിയെന്നല്ലല്ലോ. ഇപ്പോൾ 50 വർഷം വരെ ഞാൻ ജീവിക്കുമെങ്കിൽ എൻ്റെ 32ാമത്തെ വയസ്സ് കഴിഞ്ഞ് 33ാമത്തെ വയസ്സിലേക്ക് ഞാൻ കടന്നു എന്ന് വെച്ചാൽ ഒരു വർഷം കൂടി ഞാൻ എൻ്റെ മരണത്തിലേക്ക് അടുത്തു എന്നാണ് അർത്ഥം. അല്ലാതെ ഞാൻ ഒരു വർഷം പിറകിലേക്ക് പോയി, ഞാൻ ഒരു വർഷം ചെറുപ്പക്കാരനായി എന്നല്ല അർത്ഥം. കഴിഞ്ഞ വർഷം നരച്ചതിനേക്കാൾ കൂടുതൽ എൻ്റെ മുടി നരക്കാനിരിക്കുന്നു. കഴിഞ്ഞ വർഷം ചുളിഞ്ഞതിനേക്കാൾ എൻ്റെ ശരീരത്തിലെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിലെ തൊലികൾ ചുളിയാൻ കാത്തിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു വർഷം കൂടി മരണത്തിലേക്ക് അടുക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഹാപ്പിയായി ഇരിക്കാൻ പറ്റുക, അല്ലേ?
അതുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ അതൊക്കെ നമുക്ക് വിട്ടേക്കാം, അതൊന്നും വേണ്ട. നമുക്ക് അൽഹംദുലില്ലാ ഈ വർഷം അള്ളാഹുവെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഒരു വർഷമാക്കി തരണേ അല്ലാ എന്നുള്ള നല്ലൊരു ദുആയും നല്ല പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മൾ ഇനി ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം എത്രയോ തെറ്റുകൾ നമ്മൾ ചെയ്തു പോയി. ഇനി അങ്ങനത്തെ തെറ്റുകളൊന്നും ഉണ്ടാവൂല, ഇനി നല്ലൊരു ജീവിതം ഉണ്ടാകും, നന്നാവണം എന്നുള്ള ചിന്ത ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം സന്തോഷിക്കാം. അല്ലാതെ ഇനി കഴിഞ്ഞ വർഷം ചെയ്തതിനേക്കാൾ കൂടുതൽ തെറ്റുകൾ ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഈ വർഷം ഹാപ്പി വർഷമായിരിക്കില്ല, അത് സാഡിന്റെ വർഷമായിരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധത്തിലുള്ള മോശത്തരത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വിഷയം അതല്ലല്ലോ, ഇത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ റജബ് മാസത്തിന്റെ 11ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി 12ാമത്തെ രാവിലേക്ക്, റജബ് 12ാം രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. അള്ളാഹുവെ ആദ്യത്തെ റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ കടന്നു, ഇനിയിപ്പോൾ 2ാമത്തെ 10ലേക്ക് കടന്നിരിക്കുകയാണ്. അള്ളാഹു തആല ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നല്ലവണ്ണം ദുആ ചെയ്യുക. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, റജബ് മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ദിക്റുകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട, റജബ് മാസത്തിന്റെ 2ാമത്തെ 10ൽ നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കേണ്ട, എല്ലാ ദിവസവും പറഞ്ഞിരിക്കേണ്ട പുണ്യമായ ഒരു തസ്ബീഹ് ഉണ്ടല്ലോ. ഏതാണത്? സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, സ്വമദായ അഹദായ അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. ഇത് റജബ് മാസത്തിന്റെ 2ാമത്തെ 10ലെ എല്ലാ ദിവസവും 10 പ്രാവശ്യം വീതം പറയാൻ വിട്ടുപോകണ്ട. കൂട്ടത്തിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ആ ദുആയും പറയുക. കൂട്ടത്തിൽ റജബ് മാസത്തിന്റെ 1 മുതൽ 30 വരെയുള്ള എല്ലാ ദിവസവും 70 പ്രാവശ്യം അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. ഈ ദുആയും നമ്മൾ അധികരിപ്പിക്കാൻ വിട്ടുപോവണ്ട. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഏത് സമയത്തും മരണപ്പെട്ടു പോകാം അല്ലേ? ഇപ്പോൾ 2025 കഴിഞ്ഞു, നമ്മൾ 2025 മരണപ്പെട്ടില്ല. ഇപ്പൊ 2026 2027 വരുന്നതിന് മുമ്പ് ഈ 12 മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ ഞാനും നിങ്ങളൊക്കെ മരിച്ചു പോകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അടുത്ത റജബിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റുമോ? അള്ളാഹുവിന്റെ അടുക്കലാണ് ആ കാര്യങ്ങളൊക്കെ. അള്ളാഹു താല നമുക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നല്ല ദീർഘായുസ്സും, ആ ദീർഘായുസ്സിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരവും റബ്ബ് താല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മരണപ്പെട്ട് നാളെ ഖബറിലേക്ക് ചെല്ലേണ്ടവരാണ്. ഖബറിൽ ചെല്ലുമ്പോൾ ഖബറിൽ സന്തോഷം ഉണ്ടാവണം അല്ലെ? ആ ഖബർ ജീവിതം കഴിഞ്ഞ് നമ്മൾ പിന്നെ മഹ്ശറയിലേക്ക് പോവേണ്ടവരാണ്, വിചാരണ ദിവസത്തിലേക്ക് പോവേണ്ടവരാണ്. അവിടെ ചെല്ലുമ്പോൾ മീസാൻ എന്ന ഒരു ത്രാസുണ്ട്, അതിൽ 2 തട്ടുകളുണ്ട്. അതിൽ നമ്മുടെ നന്മയും തിന്മയും തൂക്കം ചെയ്യപ്പെടുമെന്നാണ്. അപ്പൊ നന്മയും തിന്മയും തൂക്കം ചെയ്യപ്പെടുന്ന സമയത്ത് നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴണം. അതിനെന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 11 കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് ഇന്നു മുതൽ നമ്മൾ ചെയ്തു തുടങ്ങിക്കോ. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ടാകും, ഒരു സമാധാനം ഉണ്ടാകും. പുതിയൊരു വർഷമാണല്ലോ, നമുക്ക് സമാധാനപരമായ ഒരു ജീവിതം, സന്തോഷകരമായ ഒരു ജീവിതം, മാത്രമല്ല മരിക്കുന്ന സമയത്ത് നല്ലൊരു മരണം, അതുപോലെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ വലിയ സന്തോഷം, മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴും, സ്വർഗത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടക്കാൻ പറ്റും. ഇങ്ങനെ ഇഹപര വിജയങ്ങൾ ഒരുപാട് കിട്ടുന്ന ഒരു 11 കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്കൊന്ന് പഠിച്ചെടുത്താലോ. ഒന്നാമത്തെ കാര്യം എന്താ? പുതിയൊരു വർഷം കൂടിയാണല്ലോ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഈ വർഷത്തിൽ എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം. അതിനെന്താണ് തുടങ്ങാൻ പറ്റിയ നല്ല കാര്യം? മൻ ഖളാ ലി അഖീഹി ഹാജ, മറ്റൊരാളുടെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കുക. ഒരാൾ ഒരു 500 രൂപ കടം ചോദിച്ചു, നമ്മൾ ഉണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരാൾ ഒരു രോഗിയായി കിടക്കുന്നു, അയാളെ പോയി സന്ദർശിക്കുക. ഒരാൾ ഒരു വിഷമത്തിലിരിക്കുന്നു, അവിടെ പോയിട്ട് ആ വിഷമമൊക്കെ തിരക്കിയിട്ട് ആശ്വാസവാക്ക് പറയുക. അല്ലെങ്കിൽ ഒരാളെ എന്തെങ്കിലും ഒരു രൂപത്തിൽ സഹായിക്കുക. അത് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഈ വർഷം തന്നെ സന്തോഷിക്കാം. മാത്രമല്ല അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വലിയ കരുണ കിട്ടും മരണത്തിന്റെ സമയത്ത്. പിന്നെയോ ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടും. അതുപോലെ തന്നെ മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴുന്നതാണ്. അപ്പോൾ നബി തങ്ങളുടെ ഹദീസാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ, അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, അതൊരു മൃഗമാവട്ടെ, ആ മൃഗത്തിന് കുറച്ച് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വൃക്ഷം, ഒരു മരം കൊണ്ടുപോയി നടുക. ഇതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. പുതുവർഷമാണല്ലോ, അതുകൊണ്ട് പുതിയ ഒരു ശീലം നമുക്ക് തുടങ്ങാം. രണ്ടാമത്തേത്, പരിശുദ്ധമായ റജബ് മാസത്തിലാണ്, ഇനി ശഅബാൻ റമളാനൊക്കെ വരുന്നു. പ്രിയപ്പെട്ടവരെ, താലിൽ ഖുർആൻ, ഖുർആൻ പാരായണം നിത്യമാക്കുക. റമളാനായിട്ട് ഖത്തം തുടങ്ങാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. റമളാനായിട്ട് ഖത്തം തുടങ്ങാം, അങ്ങനെയല്ല. ഇന്നോട്ട് ഖത്തം തുടങ്ങി, റജബാണല്ലോ, റജബിന്റെ ഇനി 20 ദിവസമുണ്ട്, പിന്നെ ശഅബാനിന്റെ 30 ദിവസമുണ്ട്. ഈ ഒരു 50 ദിവസം കൊണ്ട് നമുക്കൊരു ഖത്തം തീർക്കാം. പിന്നെ റമളാനിൽ ഒരു മാസം 30 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കാം. അല്ല, ചുരുങ്ങിയത് ഞാൻ പറയുകയാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക?
ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പാരായണം, ഖത്തം ഓതാം. അതുപോലെ തന്നെ യാസീൻ എല്ലാ ദിവസവും ഓതുക, സൂറത്തുൽ വാഖിയ ഓതുക, അറിയുന്ന സൂറത്തുകളും ആയത്തുകളൊക്കെ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെന്താണ്? അങ്ങനെ ചെയ്താൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴുന്നതാണ്. മൂന്നാമത്തേത്, ജനങ്ങളോട് നല്ല വാക്ക് പറയുക, മോശത്തരം പറയരുത്. ആരെങ്കിലുമൊക്കെ ഒന്ന് കൂടുമ്പോൾ അവിടെ തെറിയും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ജനങ്ങളെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. പിന്നെയോ മറ്റൊന്ന്, ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക. പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും മരണപ്പെട്ട, ഏതെങ്കിലും ഒരു സ്ത്രീ മരണപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ അവിടെ പോവുക. അവിടെ പോയിട്ട് അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. സ്ത്രീയാണ് മരണപ്പെട്ടതെങ്കിൽ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, സാഹചര്യമുണ്ട് എങ്കിൽ അവിടെ ആ മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ നമ്മളും കൂടുക, വെള്ളം എടുത്തു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുക. പിന്നെ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ ഉണ്ടാവുമല്ലോ, അവരെ ആശ്വസിപ്പിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് ഈ സ്ത്രീ ഉമ്മമാർക്കൊക്കെ ഈ ജനാസയും ചുമന്നുകൊണ്ട് പള്ളിയിലേക്കൊന്നും വരാൻ പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് വീട്ടിൽ തന്നെ, ആ മരണപ്പെട്ട വീട്ടിൽ തന്നെ ഒരല്പ സമയം നമ്മൾ ഇരുന്നിട്ട് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. അതെന്താണ്? നല്ല ഒരു ജീവിതത്തിൽ ഖൈർ ഉണ്ടാവും. മാത്രമല്ല ആഖിറത്തിൽ വലിയ മീസാൻ എന്ന തുലാസിന്റെ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴുന്നതാണ്. പിന്നെയോ മറ്റൊരു കാര്യമാണ് സ്വലാത്ത് അധികരിപ്പിക്കുക. സ്വലാത്ത് ഒരുപാട് കണ്ടു ചൊല്ലുക. ഇപ്പൊ റജബ് മാസമാണ്, ഇനി ശഅബാൻ വരുന്നു. സ്വലാത്തുകളൊക്കെ ധാരാളമായി ചൊല്ലേണ്ട മാസമാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്തിഗ്ഫാറിന്റെ മഹത്വം ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല, മറിച്ച് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വിഷമ പ്രയാസങ്ങൾ മാറാനും ദുഃഖങ്ങൾ മാറാനും കടങ്ങൾ വേഗത്തിൽ വീട്ടി കിട്ടാനും ഒക്കെയുള്ള ഒരു വലിയ ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളത്. പിന്നെയോ മറ്റൊന്നാണ് സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് അധികരിപ്പിക്കുക. പിന്നെയോ അൽഹംദുലില്ലാ എന്ന വാക്ക് അധികരിപ്പിക്കുക. അല്ലാഹു അക്ബർ എന്നും നമ്മൾ അധികരിപ്പിക്കുക. നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയാറുണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, അല്ലേ? അതിങ്ങനെ എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മളിത് അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന പൂർണ്ണമായ ആ ഒരു തസ്ബീഹിന്റെ രൂപം പറഞ്ഞാൽ അനവധി പ്രതിഫലമാണ് ഇൻഷാ അല്ലാഹ്. വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വാക്കുകളാണ് ഈ 4 വാക്ക്: സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അത് കൂട്ടി എല്ലാം കൂടെ ചേർത്തിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. പിന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ താഴെ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ജോലിക്ക് വന്നു, അല്ലെങ്കിൽ എന്താണ്, നമ്മളൊരു മുതലാളിയാണ്, നമ്മുടെ താഴെ കീഴിൽ ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടു ജോലിക്കൊരു സ്ത്രീ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജോലി എളുപ്പമാക്കി കൊടുക്കുക. അല്ലാതെ എടി അത് ചെയ്യണേ, ഇത് ചെയ്യണേ, ആ മറ്റേ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണേ, എല്ലാ ജോലിയും അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് നമ്മളിങ്ങനെ കസേര കുത്തിരിക്കുന്ന സമയം അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാവാൻ പാടില്ല. നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ട് ജോലി ചെയ്യുകയാണെങ്കിലും അയാൾ നമ്മളെ പറ്റുന്ന രൂപത്തിൽ സഹായിക്കേണ്ട ബാധ്യത കൂടിയുണ്ടെന്നാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ജീവിതം തന്നെ ഹാപ്പിയാകും. ജീവിതത്തിൽ അല്ലാഹു തആല ബറക്കത്തും സലാമത്തും തരും. മാത്രമല്ല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള അവസരമുണ്ടാകും. പിന്നെയോ പരിശുദ്ധമായ റജബ് മാസമാണല്ലോ. ഈ റജബ് മാസത്തിൽ ഇതൊക്കെ ചെയ്താൽ നമ്മൾ സാധാരണ മാസത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അല്ലാഹു തആല തരുകയും അതുവഴി ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും നന്മ തിന്മ തൂക്കുന്ന മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴാനും കാരണമാണ്. പിന്നെ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച പകൽ നമ്മളിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ അസറിന് ശേഷം നഖം വെട്ടാനുള്ളവരൊക്കെ നഖം വെട്ടിയേക്കുക. അതുപോലെ തന്നെ നാളെ പള്ളിയിലേക്ക് പോവാനുള്ള വസ്ത്രങ്ങളൊക്കെ പുരുഷന്മാർ ആ ഒരു ഒരുക്കി വെക്കൽ പോലും പുണ്യമാണെന്നാണ്. മാത്രമല്ല നാളെ കുളിക്കുന്ന സമയത്ത് ആണാവട്ടെ പെണ്ണാവട്ടെ വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായ കുളി അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാൻ മറന്നു പോവണ്ട. പിന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്നും സൂറത്തുൽ കഹ്ഫ് ഓതാം, നാളെയും ഓതാം. ഇന്ന് ഒരാൾ ഓതി എന്ന് വിചാരിച്ച് നാളെ സമയം കിട്ടിയാൽ ഓതണ്ടെന്നല്ല, നാളെയും സമയം കിട്ടിയാൽ ഓതാം. അപ്പോൾ 2 സൂറത്തുൽ കഹ്ഫ് ഓതിയതിന്റെ പ്രതിഫലം കിട്ടും. പിന്നെയോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ മറന്നു പോവണ്ട. അത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട സമയം കൂടിയാണ് ഈ ഒരു വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ. പിന്നെ അറിയാവുന്ന സ്വലാത്തുകൾ അധികരിപ്പിച്ചോ. അതത് സ്വലാത്ത് അറിയാലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ല. ആ സ്വലാത്ത് ഒരുപാട് കണ്ടു ചൊല്ലിക്കോട്ടെ, ഒരുപാട് നേട്ടമാണ്. ബിൻ ഇബ്രാഹിമിയ സ്വലാത്ത്, കൻസു സ്വലാത്ത്, താജു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ്, ഇങ്ങനെ അറിയാവുന്ന ഏതൊക്കെ സ്വലാത്തുണ്ടോ
ഓരോ സ്വലാത്തിനും വ്യത്യസ്തമായ ഗുണങ്ങളും നേട്ടങ്ങളൊക്കെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരും ചെയ്യുന്ന എല്ലാ നന്മകളും സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ദുആ അധികരിപ്പിക്കണം കേട്ടോ, ദുആ നല്ലവണ്ണം അധികരിപ്പിക്കണം. ഇന്ന് നോമ്പുള്ളവരുണ്ട്, അപ്പോൾ ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ആ ദിക്ർ ഒരുപാട് കണ്ട് പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആ ചെയ്യണം. മലയാളത്തിൽ നല്ലപോലെ നമ്മുടെ കാര്യം, നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി, ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി, അതുപോലെ തന്നെ ലോക മുസൽമാന് വേണ്ടി, എല്ലാ കാര്യം ദുന്യാവും ആഖിറവും ഒക്കെ വിജയിക്കാനും രോഗങ്ങൾ മാറാനും സങ്കടങ്ങൾ മാറാൻ എല്ലാത്തിനും വേണ്ടി നമ്മൾ ദ്വാരക്കണം. ഒരു 5 ദുആ നമ്മൾ എപ്പോഴും ചെയ്യണമെന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് റബ്ബനാ വലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. രണ്ടാമത്തെ ദുആ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മൂന്നാമത്തെ ദുആ ഏതാണ്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പിന്നെ മറ്റൊരു ദുആ റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ, ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള ദുആയാണ്. അഞ്ചാമത്തെ ദുആ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ 5 ദുആ നമ്മൾ ഏത് ദുആയിലും ഉൾപ്പെടുത്താൻ വിട്ടുപോകണ്ട കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെയ്യുന്ന, നാളെ വെള്ളിയാഴ്ച പകൽ ചെയ്യുന്ന, ഇനി റജബ് മാസത്തിൽ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് റബ്ബ് തആല സ്വീകരിക്കട്ടെ. ഉസ്താദിനെ പ്രത്യേകമായിട്ട് ദ്വാരക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാ വീഡിയോകൾക്ക് താഴെയും ദുആ കമന്റായി പറയുന്ന നിരവധി ആളുകളുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കുക റബ്ബേ, എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുക അല്ലാ, രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ, എല്ലാ പ്രതിസന്ധി പ്രയാസ സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.